ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ വെളിപ്പെടുത്തലുമായി പി.സി. ജോർജ്. പൂഞ്ഞാറിൽ ബി.ജെ.പി. നേതൃത്വം നൽകിയ 4.5 കോടി രൂപ കൈകാര്യം ചെയ്തത് ബി.ജെ.പി. നേതാവ് സജി. ആരൊക്കെ വീതം പറ്റിയെന്ന് തനിക്കറിയില്ലെന്നും പി.സി. ജോർജ്. അതേസമയം പ്രസ്താവന വിവാദമായതോടെ പറഞ്ഞത് മുഴുവൻ മാറ്റിപ്പറഞ്ഞ് പി.സി. ജോർജ്. പൂഞ്ഞാറിൽ ഇലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും തനിക്കറിയില്ലെന്നായിരുന്നു അവസാനം പി.സി. ജോർജ് പ്രതികരിച്ചത്. ആദ്യത്തെയും രണ്ടാമത്തെയും പ്രതികരണങ്ങളിലേക്ക്. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. അറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ അതിന്റെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു. ആ രൂപയെ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചേക്കുന്നത് എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിന് ഇടപാടില്ലാതെ അവിടെ കൊണ്ടുപോകാം. സാമ്പത്തിക കാര്യം അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് കൊണ്ടുവന്നു. 4 കോടി 45 ലക്ഷം രൂപ ചെലവായതായിട്ട് കണക്കുണ്ട്. ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല. കാരണം അത് കാണിച്ചാൽ നമ്മുടെ പാർട്ടി പ്രവർത്തനം കൂടെ നടക്കണം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നണം, നിങ്ങൾ ആരെങ്കിലും എടുത്തോ പാർട്ടിക്ക് വേണ്ടി വല്ലതും ചെയ്തോ? എല്ലാ ദിവസവും 31,000 രൂപ കൊടുക്കണമെന്നാണ് സ്റ്റിക്കായ തീരുമാനമെടുത്ത് പണം കൊടുക്കണം. ആ പണം അവിടെ പോയി. ഇലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല. 2 ബി.ജെ.പി. സ്ട്രോങ് ആളുകൾ, അതാ രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4.5 കോടി 4 കോടി 45 ലക്ഷം രൂപ കിട്ടുക. ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചത് ചൂടാക്കി. എടാ അപ്പൊ ഞാൻ ഇത്രയും രൂപ കിട്ടും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു 4 കോടി 45 ലക്ഷം രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവരൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ എന്നെ ചൂടായി. പക്ഷെ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്ക് പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. 100 രൂപ കൊടുത്തു പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥി ചെലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. അതിന് 40 എനിക്ക് ചിലവായിട്ടില്ല. അതാ രസം. എൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാറി മുഴുവൻ വഹിച്ചിരുന്ന ഒരു സജി കുരിക്കാട്ട്, സജി എന്ന് അവർ പറഞ്ഞു, ഞാൻ സജി കുരിക്കാട്ട് എന്നാണ്. അങ്ങനെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 5 പൈസ പോലും കക്കുവും മൂട്ടുകയും ചെയ്യുന്ന ആളല്ല. വളരെ മാന്യനാണ്. ഒരു തെറ്റും പറയാനില്ല. ഇതാണ് സത്യം. ഞാൻ എരുമയിൽ പറഞ്ഞത് ശരിയല്ല. ഞാനത് ക്ഷമ ചോദിക്കുന്നു. സനോജ് ചേരുകയാണ്. സനോജ്, അവസാനം പി.സി. ജോർജിനെ കൊണ്ട് ബി.ജെ.പിക്കാർ മാറ്റി പറയിച്ചു. പക്ഷേ ആദ്യമുള്ള സത്യം എല്ലാം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഷമ്മി, നിറമാറ്റം മത്സരത്തിൽ ഒന്നിനെ പോലും തോൽപ്പിക്കുന്ന നിലപാടാണ് പി.സി. ജോർജ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പി.സി. ജോർജ് എരുമേലിയിൽ പ്രസംഗിച്ച പ്രസംഗം തൻ്റേതല്ലെന്നോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ശബ്ദമാണെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല. ആ പരാമർശത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ആ നിലപാടിൽ നിന്നും നേരെ പിന്നോക്കം പോകുന്ന സമീപനമാണ് അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്തരമൊരു സമീപനം സ്വീകരിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് വിനയായി മാറുമെന്നുള്ള ബോധ്യം പി.സി. ജോർജിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാടിൽ നിന്നും പിന്നോട്ട് പോയത്. കാരണം ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക എന്ന് പറയപ്പെടുന്നത് 40 ലക്ഷം രൂപയാണ്. അങ്ങനെ 40 ലക്ഷം രൂപ ചെലവഴിക്കാൻ കഴിയുന്ന തുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി ജയിച്ചാലും തോറ്റാലും ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെട്ട തുകയെ സംബന്ധിച്ചുള്ള വിശദമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കപ്പെട്ട കണക്ക് സ്വാഭാവികമായിട്ടും പി.സി. ജോർജിൻ്റെ കണക്ക് പ്രകാരം 40 ലക്ഷത്തിൽ താഴെയായിരിക്കും. കാരണം തനിക്ക് 40 ലക്ഷം രൂപ പോലും ചെലവായില്ല എന്നാണ് പി.സി. ജോർജ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മണ്ഡലത്തിൽ 4.5 കോടി രൂപ എത്തിച്ചു എന്നുള്ളതാണ് പി.സി. ജോർജ് എരുമേലിയിൽ ഒരു പാർട്ടിയുടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ വ്യക്തമാക്കിയത്. അതിൻ്റെ ചുമതലക്കാരനായിരുന്നത് സജി കുരിക്കാട് എന്ന് പറയപ്പെടുന്ന ആ പ്രദേശത്തെ ബി.ജെ.പിയുടെ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം പി.സി. ജോർജിൻ്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം മുമ്പ് പി.സി. ജോർജ് സെക്കുലർ ആയിരുന്നപ്പോഴും പി.സി. ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഭാഗമായിരുന്നപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. പി.സി. ജോർജ് ബി.ജെ.പി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ബി.ജെ.പിയിൽ വന്ന ആളാണ് സജി കുരിക്കാട്ട്. അദ്ദേഹത്തിനായിരുന്നു ഈ പണപരമായ കാര്യങ്ങളിൽ ഇടപാട് നടത്താൻ വേണ്ടി കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഏൽപ്പിച്ച തുക കൃത്യമായ ഇടങ്ങളിൽ എത്തേണ്ട ഇടത്ത് എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ് പി.സി. ജോർജിൻ്റെ പരാതിക്ക് പ്രധാനപ്പെട്ട കാരണം. അതിന് അദ്ദേഹം പറയുന്നത് കാളകട്ടി പോലെയുള്ള ഒരു ബൂത്തിൽ അവിടെ അദ്ദേഹത്തിന് ലഭിച്ചത് 50-ൽ പരം വോട്ടുകൾ മാത്രമാണ്. പക്ഷേ
അവിടുത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ബഹുഭൂരിപക്ഷം വോട്ടും അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള വോട്ട് അവിടെ നിന്ന് കിട്ടിയില്ല. അത് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് താൻ 31,000 രൂപ മേടിച്ചിട്ട് എന്ത് പണിയാണ് അവിടെ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഏത് 31,000 രൂപ എന്ന മറുപടി ചോദ്യമാണ് ബൂത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ സജി കുരിക്കാട്ട് 31,000 രൂപ തന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്കൊരിടത്തുനിന്നും പൈസ കിട്ടില്ലെന്ന മറുപടി ഈ ബൂത്ത് പ്രസിഡന്റ് നൽകി. പിന്നാലെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് ഈ സജി കുരിക്കാട്ട് എന്ന് പറയപ്പെടുന്ന ആളിനെ വിളിക്കുകയായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാൻ ആ ബൂത്തിൽ കൊടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ആ പണം പിന്നീട് PC ജോർജ് തിരികെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് എരുമേലിയിൽ നടന്ന പാർട്ടിയുടെ പരിപാടിയിൽ വിവാദമായി ഈ പ്രസ്താവന നടത്തിയപ്പോൾ PC ജോർജ് പങ്കുവച്ചത്. എന്തായാലും PC ജോർജിൻ്റെ ഈ പരാമർശം ഈ BJPയെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കാരണം സംസ്ഥാന തലത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ PC ജോർജിൻ്റെ പരസ്യ പ്രതികരണം കൂടി വരുന്നത് എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയ മനം വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ഒന്നിലേറെ പരാതികൾ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ചർച്ചകൾ പരിശോധനകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിൽ ഫണ്ട് വെട്ടിപ്പ് മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും 4.5 കോടി രൂപ വീതമാണ് നൽകിയത്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് പൂഞ്ഞാർ മണ്ഡലം എന്ന് പറയപ്പെടുന്നത് ഒരു A ക്ലാസ് മണ്ഡലമല്ലാതിരുന്നിട്ട് കൂടി 4.5 കോടി രൂപ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നൽകി. പക്ഷേ അത് എത്തേണ്ട ഇടത്ത് എത്തിയില്ല എന്നുള്ളതാണ്. എന്തായാലും BJP സംസ്ഥാന നേതൃത്വത്തിന് PC ജോർജിൻ്റെ ഈ നിലപാടിൽ കടുത്ത അതൃപ്തിയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അതൃപ്തി സംസ്ഥാന നേതൃത്വം PC ജോർജിനെ അറിയിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് നിലപാട് മാറ്റിപ്പറയുന്ന സാഹചര്യമുണ്ടായത്, ക്ഷമ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷമി, തീർച്ചയായും BJPയിൽ വലിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ PC ജോർജ് കൂടി ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. 4.5 കോടി രൂപയോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ മണ്ഡലത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ ആ പണം എവിടെ പോയി എന്ന് താൻ കണ്ടിട്ടില്ല. മറ്റുള്ളവർ ചേർന്ന് ആ പണം തട്ടിയെടുത്തു എന്നാണ് PC ജോർജിൻ്റെ ആരോപണം. സനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.